മാമി മാമി 10-ാം തീയതി എന്നുണ്ടെങ്കിൽ ആ ചെറുക്കൻ രാവിലെ തന്നെ വരും. എന്തൊരു ദുരിതം ഇത്. കിട്ടിയവൻ്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലേ. എല്ലാ 10-ാം തീയതി ശമ്പളം കിട്ടുന്നതിൻ്റെ അപ്പോഴേ വരും ചെറുക്കൻ. 10,000 രൂപ. ഇതെന്താ പടിയാ? എന്ത് പറയാനാ? 10,000 രൂപ എൻ്റെ മക്കൾ തിന്നാനുള്ളതാ. വല്ലവൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത്. വേറെ എന്തിൻ്റെ കുഴപ്പം ഇത്? മാമി രാവിലെ തന്നെ വന്നെന്ത്? വാപ്പി പറഞ്ഞ് പൈസ. ഓ കുടുംബം നോക്കണ്ട എൻ്റെ ഭർത്താവിൻ്റെ ചുമതലയല്ലേ. ആണോ അല്ലല്ലേ ഇതിനൊക്കെ വരാൻ? എൻ്റെ കാലിനെന്ത് പറ്റി? സ്കൂളിൽ വെച്ച് ഫുട്ബോൾ കളിച്ചപ്പം കൂട്ടുകാരൻ ചവിട്ടി തന്നെയാ. നല്ല വേദന ഉണ്ട്. എന്നിട്ട് വാപ്പി പറഞ്ഞു വിട്ടേ. ഇവിടുത്തെ മാമ വിളിച്ചിരുന്നു, അതാ വാപ്പി പറഞ്ഞു വിട്ടത്. അതിനും ഇരട്ടി കൊടുക്കുന്നുണ്ടോ? ഉമ്മി ജോലിക്ക് പോയിട്ട് വരാൻ വൈകുന്നേരം. ഒരു കുടുംബം നോക്കിയാ പോരല്ലേ എൻ്റെ ഭർത്താവിന്. 2 കുടുംബമല്ലേ. കൂട്ടുകാരെ സ്നേഹം. വാപ്പിക്ക് ഉച്ചക്കലത്തേക്ക് മരുന്നില്ല, വാങ്ങാൻ പൈസ ഇല്ല, അതാ വന്നത്. നിക്കി, ഞാൻ എടുത്തോണ്ട് വരാം. പറ്റത്തില്ലെങ്കിൽ അവിടെ ഇരുന്നു. അതോ കസേര അടപ്പുണ്ട്. ഇതിനാ 10,000 കൊടുക്കുന്നത്? ഇതെങ്ങനെയെങ്കിലും നിർത്തണം. 10,000 ഇപ്പൊ വന്നതല്ലേ. 5,000 രൂപ കൊടുക്കാം. അത് മതി. എങ്ങനെയെങ്കിലും നിർത്തണമല്ലേ. അടുത്ത മാസം തൊട്ട് വരരുതെന്ന് പറയണം. പക്ഷെ എൻ്റെ ഭർത്താവും അറിയരുത്. ഇക്ക അറിഞ്ഞാൽ പറയും നേരിട്ട് അയച്ചു കൊടുക്കും. അത് വേണ്ട. 10 കൊടുത്തെന്ന് തന്നെ പറയാം. നടക്കാം. ഇവിടുത്തെ മാമാക്ക് ജോലിയൊക്കെ കുറവാ. ഇപ്പൊ പഴയടക്കുള്ള പണിയൊന്നുമില്ല. പിന്നെ എങ്ങനെയൊക്കെ കടപ്പെട്ടൊക്കെയാണ് ഈ പൈസ ഇവിടെ അയച്ചു തരുന്നത്. അടുത്ത മാസം തൊട്ട് ഇത് വാങ്ങാനൊന്നും വരരുത്. ഇവിടെ കൊച്ചുങ്ങൾക്ക് ഫീസും കാര്യം ഒന്നും കൊടുക്കാതെ തന്നെ ഈ 5,000 രൂപ. അതുകൊണ്ട് മാമായ പറഞ്ഞു ഇപ്പൊ 5,000 ഉള്ളു, അത് തന്നാ മതിയെന്ന്. കൊണ്ടുപോ. മരുന്നെങ്കിൽ മരുന്ന് കൊണ്ടേ വാങ്ങിച്ചു കൊടു. എന്തിയുള്ള പോക്ക് പോക്ക്. ഇതൊരു കഷ്ടമാ. ഇവർക്ക് എന്തിന്റെ കുഴപ്പം? കൂട്ടുകാരൻ ആക്സിഡന്റ് ആയി ആശുപത്രിയിലായി കിടന്ന് അവിടെ അത്രയേ നോക്കി. ഇപ്പൊ 3 മാസമായിട്ട് നാട്ടിലുണ്ട്. എല്ലാ മാസം 10-ാം തീയതി പൈസ അയച്ചു കൊടുക്കും. ശമ്പളം അങ്ങോട്ട് 9-ാം തീയതി കിട്ടും. 10-ാം തീയതി എന്റെ പൈസ വരും. രാവിലെ നേരം വെളുക്കുമ്പോ ചെറുക്കം ഇവിടെ അയക്കും. ഇങ്ങനെ തുടർന്ന് പോയേ പറ്റത്തില്ല. 10,000 രൂപ ഇപ്പൊ 30,000 രൂപയായി. ഇനി എത്ര കാലം എന്ന് പറയാ അയാൾ എഴുന്നേക്കാൻ? ഇപ്പൊ 10,000 ഞാൻ അറിയാതെ കൊടുക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? കൊണ്ടുപോയി തിന്നട്ട്. പറ്റുന്ന പൈസകളൊന്നും നിലനിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു മീതി കിട്ടാന്ന് വിചാരിച്ചാ ഇങ്ങനെയാ സേവനം. രാവിലെ വിളിച്ചു തന്നല്ലേ. അല്ലെങ്കിൽ വിളിക്കാൻ ഭയങ്കര പാടാ. ഹലോ. ഷമീർ സുഖം തന്നെ? സുഖം തന്നെ. നിസാറിന്റെ മോൻ വന്നാ? എനിക്കറിയാം. എന്റെ സുഖം അന്വേഷിക്കാനല്ല വിളിച്ചത്. നിസാറിന്റെ മോൻ വന്നോന്നറിയാനല്ലേ. വന്നു കൊടുത്തു. ഞാൻ രാവിലെ അവനെ വിളിച്ച്. അപ്പോഴേ രാവിലെ മോനെ പറഞ്ഞ് വിടാൻ ഒരു മടി. കുഞ്ഞിന്റെ കാലാങ്ങണ്ട സുഖമില്ല, ഹോസ്പിറ്റലാങ്ങണ്ട പോകണമെന്ന് പറഞ്ഞ്, പിന്നെ അവന് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വിട്ടത്.
അവൻ്റെ പെണ്ണ് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്തോ കിട്ടുന്ന പൈസ കൊണ്ടാണല്ലോ അവൻ്റെ കാര്യങ്ങൾ നടത്തുന്നത്. അവനാ ഒരു ജോലിക്ക് പോകാനും പറ്റത്തില്ല. നീ ആ 10,000 രൂപ കൂടെ കൊടുത്തല്ലോ, 10,000 രൂപ തന്നെ കൊടുക്കണല്ലേ. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന 10,000 രൂപ പോരെ? നിങ്ങൾ ഇന്ന് 2 കുടുംബങ്ങളെ ചെലവ് നോക്കുന്ന. അതല്ല ഞാൻ പറയുന്നത്, ഞാൻ കൊടുത്താൽ മതി. ഓ കൊടുത്ത് നമ്മുടെ കാര്യമൊന്നും അറിയണ്ട. എനിക്ക് സുഖമാണോ എന്ന് ഇത് ചോദിക്കാൻ വേണ്ടിയാ രാവിലെ വിളിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ വിളിക്കത്തില്ലല്ലേ. ഈ 10-ാം തീയതി പൈസ കൊടുക്കേണ്ടതിന്റെ അന്ന് മാത്രം രാവിലെ വിളിച്ചിട്ട് നിങ്ങൾ സുഖമാണ് അതും അന്വേഷിക്കാൻ വേണ്ടി മാത്രം വിളിക്കും. നീ വെച്ചിട്ട് പോയേ, എനിക്ക് ജോലിയുണ്ട്. ആ എങ്കിൽ വെയ് ഫോൺ. 10-ാം തീയതി 3 മാസമായിട്ട് എനിക്ക് തലവേദനയായത്. 10,000 രൂപ വെച്ച് ചെറിയ പൈസയാ. അടുത്ത മാസം ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കൊടുത്തിട്ട് വേണ്ടേ. ആര് രാവിലെ തന്നെ വന്ന് കിടന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന? നീയാ? ഓ ഇന്ന് 10-ാം തീയതി. അതിന് നിന്റെ പൈസ വാങ്ങിക്കാൻ വരാൻ ആര് പറഞ്ഞു? മാമ വിളിച്ചായിരുന്നു. അതിന് മാമ പൈസ അയച്ചില്ല. പൈസ മാമയ്ക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാമ പൈസ അയച്ചില്ലേ. ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി, അല്ലെങ്കിൽ തന്നെ കാണത്തില്ല പൈസ. ഇനി തൊട്ട് നിന്റെ അടുത്ത് വരരുതെന്നും അല്ലേ ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ പറഞ്ഞല്ലേ വിട്ടത്, ഇനി അടുത്ത മാസം തൊട്ട് വരരുതെന്ന്. എന്നും 10-ാം തീയതി രാവിലെ ആകുമ്പോൾ ചെറുക്കൻ ഇനി വരും. ചെല്ലേ, പൈസയൊന്നും ഇല്ല. ആണോ മാനമില്ലേ? 10-ാം തീയതി ഒന്ന് കാണുന്നുണ്ടേ പാപ്പ പറഞ്ഞു വിടാനും മോൻ എഴുന്നേല്ലാനും. ഇവിടെ പൈസയൊന്നും ഇല്ലേ. ഇനി തൊട്ട് നീ വരണ്ട കേട്ടാ. നീ പോകുമ്പോഴേ ആ ഗേറ്റ് ഒന്ന് അടച്ചിട്ട് പോണേ. ഇത് കണക്ക് രാവിലെ തൊട്ട് ഓരോ പിച്ചക്കാര് കയറി വരും. ഇവിടെ ഇരിക്കുന്ന കൊടുക്കാൻ ആണോ ഇല്ലാത്ത കുറെ എണ്ണം രാവിലെ ഇനി കെട്ടി എഴുന്നേൽക്കോളും. എന്റെ മക്കള് തിന്നേണ്ട പൈസയാ എല്ലാം എനിക്കും കൊടുക്കുന്നത്. ഞാനൊക്കിതൊരു സുഖമായില്ലേ. ജോലിക്ക് പോകാനുള്ളതിന്, അല്ലെങ്കിൽ അവള് തന്നെ ജോലിക്ക് പോകുന്നില്ലേ, അതൊന്നും പോരെ. കെട്ടുവിന്റെ പൈസ ഉണ്ടെങ്കിലേ പറ്റൂ. കൊടുത്തു മുടിയാനേ ഉള്ളൂ. നാട്ടിലെത്തിയപ്പോ മനസ്സിന് എന്തോ ഒരു സന്തോഷം. എത്ര നാളെ കൂടിയാ? 2 വർഷം കണ്ടായില്ലേ. പിന്നെ നാളെ കുടുംബത്തോട്ടൊക്കെ പോവാം. ഇന്നിപ്പോ പോയി റെസ്റ്റ് എടുക്ക്. ഇന്നലെ തൊട്ട് തുടങ്ങിയല്ലേ യാത്രാ ക്ഷീണമൊക്കെ ഇല്ലേ. ഇല്ല, ഞാൻ നിസാറിനെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. നാളെ പോവാം. നിസാറായാലും എന്താ, നാളെ പോയി കണ്ടൂടെ? ഞാനൊന്ന് പോയിട്ട് വരാം. നിസാറ് ഇതേ ഉള്ളു ചിന്ത. ആരെയും മക്കളെ കഴി കൂടുതൽ ചിന്ത നിസാറ് പൈസ കൊടുക്കുന്നു. ഇനി ചെല്ലുമ്പോൾ അറിയുന്നോ എന്തോ 3 മാസമായിട്ട് പൈസ കൊടുക്കുന്നില്ല. അന്ന് ചോദിക്കട്ടെ, എനിക്ക് പറയാൻ അറിയാം. എന്താ 2 കുടുംബത്തെ ചെലവ് നോക്കണം. പോയിട്ട് വരട്ടെ, അപ്പം അറിയാം. അപ്പോഴാണ് എൻ്റെ വിധവും മാറാൻ പോകുന്നത്. സാറേ ഞാൻ ഇന്ന് വന്നടാ. എങ്ങനെയുണ്ട്? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാ? നല്ല മാറ്റം ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. നിന്റെ ജോലിക്ക് എന്താടാ പറ്റിയത്? ഞാൻ അറിഞ്ഞായിരുന്നു. ഷെമി ഇങ്ങനെ അന്ന് മോന്റെ അടുത്ത് പറഞ്ഞു 3 മാസം മുമ്പേ ലാസ്റ്റ് ചെന്നപ്പോ. ജോലി പിന്നെ നീ വിളിച്ചാലും ഞാൻ അതാ അന്വേഷിക്കാതിരുന്നത്, നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച. 3 മാസം? പിന്നെ കഴിഞ്ഞ മാസം ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയിടാ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കടങ്ങളൊക്കെ വീട്ടി. നിന്റെ പൈസ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഡേ ഇനി വന്നേ, ആ പൈസ ഇനി എടുത്തേ. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. കൊച്ചുങ്ങളൊക്കെ വരുമ്പോ ഞാൻ വരാം. അപ്പൊ ഞാൻ വൈകിട്ട് എടുത്ത് വെച്ചേക്കാം. നീ വരണേ. ഷമി ഇങ്ങ് വന്നേ. എന്താ? നീ നിസാറിന് 3 മാസമായിട്ട് പൈസ കൊടുത്തില്ലേ? ഓ എനിക്കറിയായിരുന്നു ചോദിക്കുമെന്ന്. നിങ്ങൾ എന്താ 2 കുടുംബത്തിലെ ചെലവ് നോക്കുക? 10,000 രൂപ കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ. നീ പൈസ കൊടുത്തല്ലേ? ഇല്ല, ഞാൻ കൊടുത്തില്ല. എന്ത് കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പൈസ അയച്ചെന്നോ കൊടുക്കാൻ വേണ്ടിയല്ലേ? അതാ, എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന പൈസക്ക് അവകാശം എനിക്കും എന്റെ മക്കൾക്കുമാണ്. അല്ല മറ്റുള്ള നാട്ടുകാർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്ത് ചെയ്താലും ശരി തന്നെ, ഞാൻ കൊടുക്കത്തില്ല.
ഷെമി, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പൈസ കൊടുക്കുന്ന കാര്യം എന്താണെന്ന് നിനക്ക് അറിയാമോ? ഓ, കൂട്ടുകാരനോടുള്ള സ്നേഹം കൊണ്ട്. അല്ല. എന്നാ അല്ല പിന്നെന്താ? കൂട്ടുകാരന്റെ ഭാര്യ നീ എന്ത് പറഞ്ഞാലും ശരി തന്നെ. എന്റെ മക്കള് തിന്നണ്ടേ, ഞാൻ തിന്നണ്ടേ, പൈസ ഇപ്പൊ നാട്ടുകാർക്ക് കൊടുക്കത്തില്ല. എനിക്ക് അവന് നേരിട്ട് അയച്ചു കൊടുക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ല. നീ അറിഞ്ഞിട്ട് ഞാൻ കൊടുത്തത് എന്താണെന്നറിയോ നിനക്ക്? നിനക്കറിയോ, നിസാർ വിസ എന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഗൾഫിൽ പോകുന്നത്. 6 മാസത്തോളം എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അവന്റെ റൂമിലായിരുന്നു എല്ലാ ചെലവും തന്ന അവൻ എന്നെ അവിടെ ഇട്ടിരുന്നത്. എന്നിട്ട് എനിക്ക് ജോലിയില്ല എന്നുള്ള കാര്യം നാട്ടിലറിയണ്ടെന്ന് പറഞ്ഞ് എല്ലാ മാസവും നിനക്ക് ഞാൻ ചെലവിന് പൈസ അയച്ചു തരുന്നില്ലേ? അവന് ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് എടുത്ത് തരുമായിരുന്നു. അതാണ് ഞാൻ നിനക്ക് അയച്ചു തന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലേ? ആ 6 മാസം എന്നെ എല്ലാം നോക്കിയത് അവനാ. പക്ഷേ ഇത് കടം വീട്ടുമല്ല. അതിൻ്റെ ഒരു കടം വീടലല്ല ഇത്. അവൻ ഒരു അഭിമാനിയാ. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവൻ എൻ്റെ നിന്ന് കടമായിട്ട് വാങ്ങുക ഇത്. ഇൻഷുറൻസ് തുകയെല്ലാം കിട്ടുമ്പം അവൻ എനിക്കിത് കടം തിരിച്ച് വീട്ടുമെന്നാണ് അവൻ പറഞ്ഞത്. അവൻ അഭിമാനിയാ. അല്ലാതെ അവൻ ആരുടെയും പൈസ വേണ്ട. അവൻ അങ്ങനെ ജീവിക്കുന്നവനല്ല. ഞാനത് വിചാരിച്ചില്ല. ഞാൻ അറിഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ കരുതിയെന്ന് പറഞ്ഞാല് നമ്മുടെ ചെലവിൽ നിന്നുള്ള പൈസയൊന്നും അയാൾക്ക് കൊടുക്കുന്ന ഒരു കുടുംബവും കൂടെ നമുക്ക് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റും? ഇതൊക്കെ വെച്ചിട്ടല്ലേ ഞാൻ ചെയ്ത തെറ്റായിരുന്നു. അത് പൊറുക്കൂ. തെറ്റാണ്, നീ ചെയ്ത തെറ്റാണ്. നിന്റെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ നിനക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാവുമല്ലേ ഒരാളിന് ഒരു സഹായം കൊടുക്കണമെന്നുള്ള. അതുകൊണ്ടാണ് നിന്റെ തന്നിട്ട് ഞാൻ കൊടുക്കാൻ പറഞ്ഞത്. അല്ല, എനിക്ക് അയച്ചു കൊടുക്കാൻ അറിഞ്ഞാഞ്ഞിട്ടല്ല. വിഷമിക്കണ്ട. അവന് നമുക്ക് വൈകുന്നേരം അങ്ങോട്ട് പോകാം. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൂടെ വാങ്ങിക്കൊണ്ട് പോവാം. അവൻ എനിക്ക് തരാനുള്ള പൈസ അവിടെ വെച്ചേക്കുക. അതും കൂടെ വാങ്ങിക്കണ്ട. അത് വാങ്ങിച്ചേ പറ്റൂ. അവൻ ഒരു അഭിമാനിയാ. സത്യത്തിൽ കടപ്പെട്ടവൻ ഞാനാ. ഞാനും അറിഞ്ഞിരുന്നല്ലോ. കുറച്ചുവരെ എന്നോട് പൊറുക്കണേ. ഈ പാവം ഇവിടെ കൊണ്ട്